എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കടല മസാലയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കടല മസാലയാണ്. അപ്പോൾ ഞാനൊരു അര കപ്പോളം കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച കടലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ അളവിലെടുക്കുക എടുക്കുക. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇത് ചൂടാകാൻ ചൂടാകിയതിന് ശേഷം നമ്മളെന്താണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് നുറുക്കി തന്നെ എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സവാളയെല്ലാം ഇട്ട് നമ്മൾ കുറച്ചൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ട് കളറൊന്ന് മാറിയാൽ മതി കേട്ടോ. ബ്രൗൺ കളറായാൽ ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ ചെറിയതായിട്ട് കളർ മാറുമ്പോഴാണ് ഇത് സവാള പരിവായി വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആവാതെ ശ്രദ്ധിക്കണം, അതൊരു പ്രധാന പോയിൻ്റാണ് കേട്ടോ. ഇതിൽ ബ്രൗൺ കളർ ആയാൽ നമുക്ക് സാധാരണ കറി വയ്ക്കും പോലെ ആയിപ്പോവും. ഇപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അളവ് കുറച്ച് മതി, ഒരുപാട് കൂടി പോകരുത്. നമ്മൾ സാധാരണ കറി വയ്ക്കും പോലെ അത്രയും മസാലകൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഞാൻ ശകലം കാശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി ഇതിൻ്റെയും പച്ചച്ചുവ ഒന്ന് മാറണം. നിങ്ങൾ സാധാ മുളക് പൊടി ചേർത്താലും മതിയോ. ഞാൻ കുറച്ച് വെള്ളം, നിങ്ങൾ ചൂട് വെള്ളം തന്നെ ഒഴിക്കണം. ചൂട് വെള്ളം ഒഴിച്ച് ഈ മസാലകളൊക്കെ ഇതിലൊന്ന് സവാളയിൽ മിക്സ് ആകാൻ വേണ്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് വഴറ്റി ആ വെള്ളമൊക്കെ വറ്റണം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വലിയ സവാളയ്ക്കാണ് ഒരു ടൊമാറ്റോ എടുത്തത്. നിങ്ങൾ 2 സവാള എടുക്കണമെങ്കിൽ 2 ടൊമാറ്റോ എടുക്കണം കേട്ടോ. പുളി ഒരുപാട് കൂടി പോകരുത്. ഇത് നല്ലതുപോലെ വഴറ്റി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കണം. അപ്പം എല്ലാം നല്ലതുപോലെ വെന്ത് മസാലകളെല്ലാം അതിലോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന കടലയില്ല അത് ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ കൂട്ടൊക്കെ ഇതിലോട്ട് ചേരാൻ കണക്കിന് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒഴിക്കണം, എങ്കിലേ ആ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ഒരു സലാഡ് വെള്ളരിക്കയാണ് കേട്ടോ. നമ്മൾ സാധാ വെള്ളരിയല്ല, സലാഡ് വെള്ളരി അത് തന്നെ ഇതിൽ ചേർക്കണം. സാധാ വെള്ളരി ചേർത്താൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അത് ഒരു വെള്ളരിയുടെ 1/4 ഭാഗമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഓവറായി വേണ്ട, അത് വെന്ത് പോകരുത്, ആ പച്ച അതിൽ തന്നെ കിടക്കണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ തീ ഓഫ് ചെയ്യണം. ഒരുപാട് നേരം ഇതിൽ തീയിൽ വെച്ചേക്കരുത്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ഇടാം, ഞാനിപ്പം വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം ഇടപ്പോഴും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കടല മസാല ആവത്തുള്ളൂ കേട്ടോ. ഇട്ടതിന് ശേഷം ഇനി ഞാൻ 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇത് മതിയാക്കാം. ഇനി വേണ്ട, അത്രയും മതി. എന്നിട്ട് ഇപ്പം നമ്മുടെ ചൂടുള്ള കടല മസാല ശരിയായിട്ടുണ്ട് കണ്ടോ. ഇതിപ്പം ഞാൻ ചപ്പാത്തിയിലൂടെയാണ് കേട്ടോ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.